മുടിയുടെ ബറക്കത്തിന് വേണ്ടിയിട്ട് എന്താ നീ ഇതിനൊരു മറുപടി പറ. ഇതിന് മറുപടി അറിയാം. എന്താ ഇതിന് മറുപടി അറിയാം? എന്താ ഇതിന് മറുപടി അറിയാം? ഹബീബായ നബി യഖസിമുഹു ബൈനന്നാസ് യഖസിമുഹു ബൈനന്നാസ്. മറുപടി പറയട്ടെ. വലിയ വലിയ കേസറ്റുകളൊക്കെ ഇറങ്ങുന്നല്ലോ ഷാർജന്ന്. പറയാതിന് മറുപടി വളരെ ചിന്തിക്കണം. വായ തുറന്നിട്ട് മനുഷ്യനെ നശിപ്പിക്കാൻ ഇറങ്ങിയവന്റെ പിന്നാലെ കൂടരുത്. അല്ലാഹുമ്മ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കള്ളന്മാരിറങ്ങി വരും. അസിലുള്ള ദീൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ. അല്ലാഹു തആല അസിലുള്ള ദീനിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇത് പറ സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം മുത്തഫഖ അലൈഹി ഹദീസ. ഇതും ലൈഫാക്കിയ പിന്നെ നിന്റെ കഥ എന്താണ്? എത്ര ലൈഫാക്കണ്ടിരിക്കും? വളരെ ചിന്തിക്കണം. ഈ രണ്ട് മുടിയും കൊടുത്തിട്ട് ഹബീബായ നബി പറഞ്ഞു യഖസിമുഹു ബൈനന്നാസ് യഖസിമുഹു ബൈനന്നാസ്. ഇത് വിതരണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ലോകത്തിന്റെ നാനാഭാഗത്തും ഈ മുടി വിതരണം ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തിന്റെ നാനാഭാഗത്തും ഈ മുടിയുണ്ട്. വെല്ലൂരിലുണ്ട്. എവിടെയുണ്ട്? സാന്ദർഭികമായി പറയട്ടെ, വെല്ലൂരിൽ നിന്ന് സനദുള്ള ഹബീബായ റസൂലുള്ളാഹിയുടെ മുടിയിൽ വെള്ളം കുടിക്കൽ സ്വഹാബികളെ പതിവാണ്. റഹ്മത്തുള്ള വെറുതെ പറയുകയല്ല. ഞാൻ കാണിച്ചുതരാം. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വാവാട് ഉസ്താദ് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം. 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്. എന്തെങ്കിലും തോന്നിയത് പറയണ്ട. ഇത് അപ്പൊ എന്തിനാ ഹദീസ്? 25,000 ദാറുൽ ഖുർആനിന് കിട്ടണം. അതിനാ ഹദീസ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി സഹാബത്തിനിടയിൽ വിതരണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. സഹാബികൾ ആ മുടി സൂക്ഷിച്ചു വെക്കുകയും ചെയ്തിരുന്നു. പ്രിയപ്പെട്ട നബിയുടെ മുടി എന്നല്ല, എന്തെങ്കിലും അവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ സൂക്ഷിച്ചു. പ്രിയപ്പെട്ട ഉപ്പാന്റെ ഒരു കുപ്പായ ഉപ്പ മരിച്ചു 15 കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്കും. ആ ഉപ്പാനോട് മകനുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടി സ്നേഹമല്ലേ സഹാബികൾക്ക് റസൂലുള്ളാഹിനോടുള്ളത്. അപ്പൊ മുടി സൂക്ഷിച്ചു വെച്ചിരുന്നു. പക്ഷെ അത് ലോകത്തെല്ലായിടത്തും ഉണ്ട്. അത് എന്റെ വകയാണ്. ലോകത്ത് അവിടെയുള്ള സനദുള്ള വെള്ളാണ്. എവിടെയാ സനദ് ഉദ്ധരിക്കുന്ന? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി നബിയിൽ നിന്ന് ഇന്ന സഹാബിക്ക് കിട്ടി, ആ സഹാബി നിന്ന താബിക്ക് കിട്ടി, ആ താബി നിന്ന താബിക്ക് കിട്ടി. അങ്ങനെ ഇതുവരെയുള്ള വെല്ലൂര് വരെയുള്ള സനദ് ഉദ്ധരിക്ക്. അപ്പൊ പറഞ്ഞുതരാം നമ്മളതിന്റെ സനദിന്റെ കോലം. ഇവിടെ ഉണ്ടായിന് മർക്കസിൽ ഉണ്ടായിരുന്നതാ ഫാറൂഖ് അബ്ദുള്ള കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്നു. നല്ല റാവിയ ഫാറൂഖ് അബ്ദുള്ള. അയാള് രാഷ്ട്രീയത്തിലെ എല്ലാ കുരുത്തക്കേടുള്ള ആളാണ്. അയാളാണ് മുടിയോടുന്നത് അല്ലേ? അവിടെ എങ്ങനെ എത്തി? അത് ആരോ കൊണ്ടുവന്നതാണത്രേ മദീനയിൽ നിന്ന്. അത്ര തന്നെ ഉള്ളൂ. സനദില്ല. സനദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ഇന്ന താബി കൊടുത്തു, താബി സഹാബി കൊടുത്തു, സാബി താബി കൊടുത്തു, താബി കൊടുത്തു എന്നിങ്ങനെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു മുടിയും ലോകത്തിൽ ഒരു ഭാഗത്തുമില്ല. ഞാൻ പറയുന്നതല്ല. അൽ-ആസാറുൻ നബവിയ്യ എന്ന പേരിൽ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഡോക്ടറേറ്റിന്റെ തീസിസിന് വേണ്ടി പഠനം നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ആകപ്പാടെ ഉണ്ടെന്ന് പറയുന്നത് ഉസ്മാനികളുടെ ഭരണം നടത്തിയിരുന്ന തുർക്കിയിലല്ലേ? അവിടെ ഉള്ളത് പോലും ഉറപ്പിച്ച് പറയാൻ പറ്റാത്തതാണെന്ന് അൽ-ആസാറുൻ നബവിയ്യ എന്ന അഹ്മദ് ബാഷ തൈമൂറാൻ തോന്നുന്ന പുസ്തകം എഴുതിയത് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരുപാട് പഠനം നടത്തിയിരുന്ന ഈ വിഷയത്തിൽ അവിടെ ഒക്കെ ഒരൊറ്റൊന്നും നബി വരെ എത്തുന്ന സനദോട് കൂടിയുള്ള ഒരൊറ്റ മുടിയും ലോകത്തിന്റെ ഒരു ഭാഗത്തുമില്ല. പിന്നെയല്ലേ വെല്ലൂര്. എന്നിട്ട് അത് ഉണ്ടെങ്കിലോ അത് സൂക്ഷിച്ചു വെക്കല്ല, അത് കച്ചവടം നടത്തുകയാണ്. അതിന്റെ വെള്ളം 25,000 25,000 ദാറുൽ ഖുർആൻ തന്ന ആ വെള്ളം വാവാട് ഉസ്താദ് ഇപ്പൊ തരും. ഇതിന് മറുപടി പറയാം. എന്താ മറുപടി? നിങ്ങളെ കച്ചവടമാണ്. അതിന്റെ മറുപടി നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയാണെന്നും പറഞ്ഞ് കള്ളമുടി കൊണ്ടുനടന്നിട്ട് കച്ചവടം നടത്തുക. ഹസ്രത്ത് ബാൽ പള്ളി എന്നൊരു പള്ളിന് കാശ്മീരിൽ. ഹസ്രത്ത് എന്ന ബഹുമാനപ്പെട്ട ബാൽ എന്ന മുടി ബഹുമാനപ്പെട്ട മുടിപ്പള്ളി. ഈ മുടി ഒരിക്കലൊക്കെ കളവ് പോയപ്പോ ഖുറാഫികളൊക്കെ പറഞ്ഞത് RSS കൊണ്ടുപോയതാണ്. വേഗം ഓല നേരല്ല ഇടാന്നല്ലേ. ഭയങ്കര പ്രശ്നം. ബഹുമാനപ്പെട്ട നബിന്റെ മുടി RSS കൊണ്ടുപോയോ. ആകെ തീവപ്പും പ്രശ്നവും. അപ്പൊ അവിടെ IG കുറച്ച് ബുദ്ധിയുള്ള ആള്. അയാൾ വേഗം പ്രചരിപ്പിച്ചു. ബഹുമാനപ്പെട്ട മുടി തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഞങ്ങളത് വളരെ ശക്തമായ പോരാട്ടത്തിലൂടെ തിരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഉലമാക്കളും വന്നു. തലക്കെട്ടിലൊക്കെ അവിടെ ഇരുന്ന്
അദ്ദേഹം ഒരു മുടി ഏതൊരു മുടി പിലാക്കി കൊണ്ടു നിന്നു. എടുക്കല്ലേ? ആ എടുക്ക ഇത് നബിന്റെ മുടി തന്നെ. ശരി 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 കിട്ടി. എല്ലാ വർഗീയ കലാപത്തും ഉളുപ്പുണ്ടോ? ഉളുപ്പുണ്ടോ ഖുറാഫി? ഇതാങ്ങളെ കഥ. ഇതാണ് ഖുറാഫി ഞങ്ങൾ പറയാൻ കാരണം. ഖുറാഫി എന്നാ കണ്ടതും കേട്ടും വിശ്വസിക്കണമെന്നാ. സത്യം ഉണ്ടായില്ല പിന്നിൽ നോക്കൂല. ഈ അടുത്ത കാലത്ത് മുസാഫിന് മുടി എന്നൊരു ഒരു പുകിലുണ്ടായിരുന്നു. മുസാഫിന് മുടി എവിടെ? മുസാഫിന് മുടി. കോട്ടയത്ത് ഒരു കുട്ടി ജനിച്ചു. ആ കുട്ടിയുടെ തലയിൽ മുടി ഇല്ലായിരുന്നു. എന്റെ മുടി മുസാഫിനുണ്ട് എന്ന് പറഞ്ഞു. കുട്ടി മരിച്ചു. കോട്ടയത്ത് എന്തോ പറഞ്ഞത് കോട്ടക്കലേക്കാരൻ. ഇവിടെ ഒന്നുമില്ല. കോട്ടക്കലെന്താ പറഞ്ഞത്? കോട്ടപ്പുറേക്കാരൻ. കോട്ടപ്പുറം ഇവിടെ ഒന്നുമില്ല. അപ്പൊ എവിടെയില്ല. കൂന്ന് പറിച്ചു വിട്ടതാ. എന്നിട്ട് ആമിനി അബൂബക്കറും കുഞ്ഞാമിനിയൊക്കെ തെരയുണ്ട്. പരപ്പനങ്ങാടി അടിച്ച മുസാഫിലെ. അപ്പൊ ഇത് മുടി താടിയൊക്കെ ഉള്ളവരെന്നെ അത് അച്ചടിക്കണതും ജിൽദ് കെട്ടുന്നതും ഒട്ടിക്കണതും. അപ്പൊ ഒരു താടിയോ ഒരു രോമൊക്കെ വീണിട്ടുണ്ടാവില്ലേ? എന്നിട്ട് ഒരു രോമം കിട്ടിയ മുടി കിട്ടി. അതിനാ ഖുറാഫിന്ന് ഞങ്ങൾ പറയണേ. കണ്ടതും കേട്ടും വിശ്വസിക്കണം. അപ്പൊ എവിടുന്നാ ഈ മുടി വന്നത്? ആരാണ് കൊണ്ടുവന്നത്? 1400 കൊല്ലം മുമ്പുള്ള റസൂലുള്ളാഹിന്റെ മുടി ആർക്ക് കിട്ടി? പിന്നെ ആർക്ക് കിട്ടി? സനദുണ്ടെങ്കിൽ ഉദ്ധരിക്കേ. നിന്റെ സുന്നി അഫ്കാരിൽ എഴുത് ആ സനദ്. ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞൊരു ഹദീസ് കിട്ടിയാൽ നമ്മൾ ഇതിന്റെ സനദ് ചോദിക്കും. ഏത് കിതാബിലാന്ന് ചോദിക്കും അല്ലെ? ആ കിതാബിൽ സനദുണ്ടോ നോക്കും. സനദിലുള്ള ഒരു പ്രബലമാണോ നോക്കും. എന്നിട്ടേ സ്വീകരിക്കുള്ളൂ. നബിയുടെ വാക്ക് പോലും അങ്ങനെയാണെങ്കിൽ നബിയുടെ അവശിഷ്ടവും അതുപോലെ തന്നെയാണ്. പ്രബലമായ സനദോട് കൂടി നമുക്ക് ലഭിച്ചാൽ നമുക്ക് തബറുക്കിന് വേണ്ടി എടുത്തു വെക്കാം. യാതൊരു പ്രശ്നമല്ല. പക്ഷെ അങ്ങനെയൊന്നും ലോകത്തില്ല എന്നതാണ്